ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ നിന്നല്ലേ ലഹരിക്ക് അടിമപ്പെട്ട് കൊലപാതകം നടന്നിരിക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നല്ലേ? ആ കേസിൽ ഭർത്താവ് അറസ്റ്റിലായിട്ടുണ്ട്. ഏകദേശം പുലർച്ചയോടുകൂടി 1:30 മണിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് പ്രതിയായ യാസിറിനെ പോലീസ് പിടികൂടുന്നത്. ഈ മരിച്ച ഭാര്യയുടെ ഷിബില അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും എന്നതാണ് അതിന്റെ ഏറ്റവും ഒരു തുടർച്ചയിലുള്ള വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ചേർന്നത് കോഴിക്കോട് നിന്ന് AK ലതീഷാണ്. ലതീഷിനോട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവം. ലതീഷ്, ഗുഡ് മോർണിംഗ് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ട ഒരു വാർത്തയല്ല, ഏറെ സങ്കടകരമാണ്. ലഹരി ഒരു ജീവൻ കൂടി എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാസിർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പൂർണ്ണമായും ലഹരിക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യനാണോ ഇയാൾ? എന്താണ് പോലീസ് പറയുന്നത്? വിനിഷ, ആ നിലയിൽ തന്നെയാണ് പോലീസും നാട്ടുകാരുമെല്ലാം പറയുന്നത്. നേരത്തെ തന്നെ ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന് വീട്ടുകാർ പറഞ്ഞത് തന്നെ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ യുവാവ് അല്ലെങ്കിൽ യാസിർ ലഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. എന്നാൽ പിന്നീട് ഇവർ ഒരുമിച്ച് ജീവിക്കുകയും വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് വീട്ടുകാർ പോവുകയായിരുന്നു. എന്തായാലും വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അടിവാരത്ത്. അവിടെ നിന്നും യാസറിൻ്റെ ഉപദ്രവം സഹിക്ക വയ്യാതെയാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് വന്നത്. നോമ്പുതുറ സമയം തെരഞ്ഞെടുത്തുകൊണ്ട് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് യാസിർ കത്തിയുമായി കാറിൽ വീട്ടിലെത്തിയതും ഷിബിലയെ പുറത്തേക്ക് വിളിച്ചു വരുത്തി കുത്തി കൊലപ്പെടുത്തുന്ന സാഹചര്യം അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് തടയാൻ ശ്രമിച്ച ഷിബിലയുടെ പിതാവ് അബ്ദുറഹിമാനും അതേപോലെ തന്നെ ഉമ്മ ഹസീനയ്ക്കും പരിക്കേറ്റു. അബ്ദുറഹിമാൻ്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണ്. അദ്ദേഹത്തിൻ്റെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഇന്ന് വിധേയമാക്കും. ഹസീനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ പരുക്കത്ര ഗുരുതരമല്ല. എന്തായാലും ഈ ആക്രമണം നടത്തിയ ശേഷം പ്രതി യാസിർ കാറുമായി തന്നെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. താമരശ്ശേരി ഭാഗത്തു നിന്നും ബാലുശ്ശേരി ഭാഗത്തേക്ക് എത്തി. അവിടെ ഒരു എസ്റ്റേറ്റ് ബുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പിൽ കയറി 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച ശേഷം അവിടെ നിന്ന് പണം കൊടുക്കാതെ കാറുമായി കടന്നു കളഞ്ഞു. എന്തായാലും രാത്രി വ്യാപകമായ പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ജില്ലയിലാകെ തന്നെ നടത്തുകയും രാത്രി 12 മണിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് നാട്ടുകാരാണ് ഈ വാഹനത്തിൽ പ്രതി ഇരിക്കുന്നതായി കാണുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് പ്രതി യാസിറിനെ പോലീസ് പിടികൂടിയത്. പുലർച്ചെ 3:30 താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. പ്രതി യാസിറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മരിച്ച ഷിബിലയുടെ മൃതദേഹം രാത്രി തന്നെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് 9 മണിക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്യും. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതുപ്പാടിയിൽ ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിഖിനെ നമുക്കറിയാം. ലഹരിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആഷിഖും ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ ആഷിഖിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് യാസിർ എന്നത് ഏറെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. എന്തായാലും യുവാക്കളുടെ ലഹരി ഉപയോഗം ഇത്തരത്തിൽ ജീവൻ കവർന്നെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന അതിദാരുണമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നത്. വിനിഷ, ശരി, ഏതായാലും വലിയ സങ്കടം നിറഞ്ഞൊരു വാർത്ത. നമ്മൾ ഈ വിപത്തിനെ ഒരുമിച്ച് നിന്ന് മറികടക്കേണ്ടതിന്റെ ആവശ്യകത ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്ന ഓരോ വാർത്തകളും എന്ന് പറയുന്നത്.